പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ പ്രസാദമായി പയറും തേങ്ങാപ്പൂളും മാത്രമാണ് നൽകുന്നതെന്ന് മടപ്പുര ഭാരവാഹികൾ. മുത്തപ്പൻ അരവണ പായസം എന്ന പേരിൽ വ്യാപാരികൾ കച്ചവടം നടത്തുന്നതിൽ പറശ്ശിനി മടപ്പുരയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. പറശ്ശിനിക്കടവ് മടപ്പുര മുത്തപ്പനുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അരവണ പായസത്തെ ചൊല്ലിയുള്ള വിവാദം ഭക്തജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. മുത്തപ്പന്റെ വഴിപാട് പ്രസാദമായി പയറും തേങ്ങാപ്പൂളും ചായയും മാത്രമാണ് നൽകി വരുന്നത്. ശ്രീ മുത്തപ്പൻ അരവണ പായസം എന്ന പേരിൽ വ്യാപാരികൾ കച്ചവടം നടത്തുന്നതിൽ പറശ്ശിനി മടപ്പുരയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും മുത്തപ്പൻ അരവണ പായസം എന്ന പേര് നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മടപ്പുര ഭാരവാഹികൾ പറഞ്ഞു. പറശ്ശിനി മടപ്പുരയിലെ കോലധാരി മുത്തപ്പന്റെ പ്രതിപുരുഷനെന്ന രീതിയിൽ ഭക്തന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കോലധാരിയെ വിളിച്ചു വരുത്തി പറശ്ശിനി മടപ്പുരയിൽ കോലം ധരിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഒരു കോലധാരിയുടെ ഒരു പ്രശ്നം ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട്. ആൾ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അതും മടപ്പുരക്കെതിരായിട്ട് ഉള്ളൊരു നീക്കമായതിനാൽ മടയൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. ഒരു പണിഷ്മെന്റായിട്ട് കോലം ധരിക്കേണ്ടെന്ന് പറയും ചെയ്തിട്ടുണ്ട്. പറശ്ശിനിക്കടവിൽ വിൽക്കുന്ന അരവണയുമായി ബന്ധമില്ലെന്ന് മടപ്പുരയുടെ വിവിധയിടങ്ങളിൽ ബോർഡ് എഴുതി വെക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അരവണ എന്നത് അരവണ പായസത്തിന്റെ ഒരു വിവാദമായി വരുന്നുണ്ട്. പറശ്ശിനിക്കടവില് മുത്തപ്പന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ പയറും തേങ്ങാപ്പൂളും ചായയാണ്. അരവണയോ അല്ലെങ്കിൽ പായസമോ അങ്ങനെയുള്ള വേറെ ഒരു പ്രസാദമായിട്ട് ഇതുവരെ ചരിത്രത്തിൽ മുത്തപ്പന്റെ പ്രസാദമായി കൊടുത്തിട്ടില്ല. നമ്മൾ മടപ്പുരക്കകത്തും പുറത്തും ഇനിയിപ്പം പ്രസാദത്തിന്റെ ഇവിടെ ഈ അരവണയായിട്ട് നമ്മൾ യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു ബോർഡ് വെക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.